ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറയുന്നത്. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ നിലത്ത് കിടക്കുന്ന ഒഴിവാക്കണം എന്നാണ്. അത് ഒഴിവാക്കണമെങ്കിൽ എങ്ങനെ? നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അല്ല, അവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും കൂടുതൽ സൗകര്യപ്രദമായി വികസിപ്പിക്കുക. മെഡിക്കൽ കോളേജ് അവസാനത്തെ ഒരു അത്താണിയേക്ക് മാറ്റണം. അതാണ് മുമ്പ് 1980 വക്കം പുരുഷോത്തമൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റഫറൽ ആശുപത്രിയാക്കി. അതിൻ്റെയാണ് ഞാൻ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിശദാംശങ്ങൾ പറയാത്തത്. അത് ബഡ്ജറ്റിലുണ്ടാവും. എങ്ങനെ? അങ്ങനെ ഒരു സ്റ്റാൻഡൊന്നും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പിരിച്ചുവിടലൊന്നുമില്ല. കരാറ് ഏതിൻ്റെ കരാറ്? അവർക്ക് 3 മാസത്തേക്കും കൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല, പുതുക്കാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 മാസത്തേക്ക് തൽക്കാലം നീട്ടി കൊടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊന്ന് പരിശോധിച്ചിരിക്കുക. പൊതുജന ആരോഗ്യത്തെ സംബന്ധിച്ച് അതിന്റെ വിലയിടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് UDF വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒപ്പമാണ് ഈ 5 ഗ്യാരണ്ടിയിൽ 25 ലക്ഷം രൂപയുടെ ഈ കുടുംബ ഇൻഷുറൻസ് പറയുന്നത്. സ്വാഭാവിക ജനത്തിനൊരു ചിന്ത വരാം, ഇത് ഈ ഇൻഷുറൻസ് ലഭിച്ചാൽ അത് കൂടുതൽ അതിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുക പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലേക്ക്. ആ ആരോപണം അത് റെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഞാൻ അതാണ് പറഞ്ഞത്. അതിൻ്റെ മാനദണ്ഡം ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇത് ഇൻഷുറൻസ് കൊടുക്കാതെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയിൽ ജൂൺ 15 മുതൽ KSRTCയിൽ ഫ്രീ എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. മറ്റുള്ളതിൻ്റെ കുറച്ചുകൂടെ ചർച്ച ചെയ്യേണ്ട ഏത് രീതിയിൽ വേണം. നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരാശങ്കയ്ക്ക് അവകാശമില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരൻ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമ്പന്നർക്ക് ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് ഇതൊക്കെയുണ്ട്. അതിനകത്ത് സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികളാണ്. പിന്നെ ഒരു എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഒരു ലോബി പ്രവർത്തിക്കും സർക്കാർ മേഖലയെ തരം താഴ്ത്താൻ. അത് കഴിഞ്ഞ 10 വർഷമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏർപ്പാടുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്തുക. എങ്ങനെ? എല്ലാ കാലത്തും ഉണ്ട് ഈ ലോബികൾ പ്രവർത്തിക്കുന്നത്. അതിന് ഒരു സർക്കാരിനെ മാത്രം പറയണ്ട. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. സർക്കാർ മേഖല സംരക്ഷിക്കണം. ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് കണക്കാക്കുക. അപ്പോൾ ഏതാ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇക്കാര്യത്തിലുണ്ടാക്കും. ഞാൻ വന്നിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ, ഓർക്കണം. 2 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. അതാണ് പറഞ്ഞത്. അതിന് ഈ പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ പരിഹരിക്കുക. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് ഞങ്ങളൊരു ഗവൺമെൻറ് പ്രധാന അജണ്ടയാണ്. ഞങ്ങളതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇല്ല, അതല്ല. അത് ഞാൻ പറയാം, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് ഇത് പ്രധാനമായിട്ടുണ്ടാവുക. ഈ വൃത്തികെട്ട പ്രദേശങ്ങളിൽ നിന്നും ഇത് കുടിക്കുമ്പോൾ അത് ബാധിക്കും. അതിനങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. അല്ല, ക്ലോറിൻ ഉപയോഗിച്ചാലേ ഈ ഇതിനെ ഇതാക്കാൻ പറ്റും. ക്ലോറിൻ ശരിയാണ്, ചിലർക്ക് ക്ലോറിൻ്റെ മണം പിടിക്കില്ല, ചിലർക്ക് കുടിക്കുമ്പോൾ പറയാം. പക്ഷേ അതില്ലെങ്കിൽ മറ്റേ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗം വന്ന് ചാവണോ?
അല്ല, അതിനെക്കുറിച്ച് ആ പ്രശ്നം പരിഹരിച്ചല്ലോ, പരിഹരിച്ചു. അല്ല, അത് ആ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കും. ശരിയെന്നാ പോരെ. ശരി. ആ ഞാൻ അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ട്, ജംഗ്ഷൻ വികസനത്തിൻ്റെ അടുത്ത ആഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. കാരണം MLA എന്നുള്ള ജോലിയും കൂടെ നോക്കണമല്ലോ. അതുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ.